നമ്മളെ വൈഫ് വീട്ടിൽ പോയി വന്നപ്പോൾ ഒരു പൊതി കൊണ്ടുവന്നേ മട്ടനായിരുന്നു. അതും കൊണ്ട് നമുക്ക് മട്ടൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. പെരുന്നാളിനൊക്കെ പറ്റിയ ഐറ്റംസാണ്. ഇതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം ചുവപ്പ് മുളക് മല്ലി വറുത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം ഒരു കപ്പ് ചെറിയ ഉള്ളി കുക്കറിൽ ആ സമയം മട്ടനെ വേവിച്ചെടുക്കണം. ഇതേ രൂപത്തിലായിട്ട് അതിന് നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി വന്നത് കാണാൻ പറ്റും. ഇതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കുക. ചെറിയ ഉള്ളി അതിലേക്ക് അടയുക. എന്നതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്തിരി കൂടെ ഉപ്പിടണേ. 4 പച്ചമുളക് കീറിയത് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റ് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് പൊടിച്ചെടുത്ത നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കുക. 2 സ്പൂൺ ആദ്യം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ബാക്കി കൂടെ ആഡ് ചെയ്യുക. ഇതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി എന്താ പറയുക വെള്ളം നമ്മുടെ മട്ടൻ വേവിച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മട്ടൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നതിന് ശേഷം നല്ലോണം കസക്കിയെടുത്തിട്ട് നല്ലോണം ഒന്ന് തിളക്കാനും വേണ്ടിയിട്ട് വിടുക. അതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. തീ നല്ലോണം കൂട്ടി വെച്ചോണം. തുറന്ന് നോക്കുമ്പോൾ ഇതിൽ നിന്നൊരു പുകയും സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നത്. ഇതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം മല്ലിച്ചപ്പ് ആഡ് ചെയ്യുക. മല്ലിച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതേ രൂപത്തിൽ തന്നെ മൂടി വെക്കുക. ഇത്തിരി കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൊക്കുക. ഒന്നും കൂടി മിക്സ് ചെയ്യുക. കൂടുതൽ നമ്മൾ 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ട് പച്ചമുളക് ഉണ്ടല്ലോ അത് നമ്മൾ കഴിക്കുന്ന ബിരിയാണിക്കോ വെള്ളപ്പത്തൊക്കെ പത്തിരിക്കോ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഈ മട്ടൻ്റെ നെയ്യും അതിലേക്കുള്ള എരിവും കൂടെ കൂടി ചേരും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പീസ് എടുത്ത് നമ്മൾ വെന്തിട്ടുണ്ടാകും നോക്കുകയാണ്. നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ബീഫ് ഫ്രൈനേക്കാളും നല്ല എന്താ പറയുക മട്ടൻ ഫ്രൈ. ഈ എല്ല് ഇതേ പറയുന്നത് വലിച്ചു വരുമ്പോൾ അത് വേറെ. അപ്പോൾ ഓക്കെ, വെള്ളപ്പമാണ് നമ്മൾ ഇതിലേക്ക് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യുക. പെരുന്നാളൊക്കെ വരുന്നുണ്ടല്ലോ, അതിലേക്ക് മട്ടൻ ഫ്രൈ. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.